ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ തലക്ക് മുകളിൽ ഒരു ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് കരുതുക. ഓരോ സെക്കൻഡും അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. വർഷങ്ങളായല്ല, മാസങ്ങളായുമല്ല, ഒരിക്കലും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങളായിട്ടാണ് അത് കൊഴിഞ്ഞു പോകുന്നത്. ശരിക്കും ആലോചിച്ചൊരു പേടിയൊന്നുമില്ലേ? ഇനി ഒരു രസമുള്ള കാര്യം ചോദിക്കട്ടെ. കൃത്യം 47 ദിവസം മുന്നേ ഇതേ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? പക്ഷെ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ അങ്ങനെയല്ലായിരുന്നു. അന്നത്തെ ഓരോ ദിവസവും ഓരോ വൈകുന്നേരവും അത്രയും വ്യക്തമായി ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം എന്താണ് മാറിയത്? സമയം വേഗത്തിൽ ഓടാൻ തുടങ്ങിയാണോ? അതോ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വന്നാണോ? സത്യം പറഞ്ഞാൽ ഇതൊരു പേടിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ദിവസങ്ങൾ സാധാരണ പോലെ തോന്നും, ആഴ്ചകൾ ഭയങ്കര തിരക്കായിട്ട് തോന്നും, വർഷങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ തീരും. അവസാനം ഒരു ദിവസം നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ ബാക്കിയാവുന്നത് ഒരു ചോദ്യം മാത്രമായിരിക്കും: ഈശ്വര, പടച്ചോനെ, എൻ്റെ ജീവിതം എവിടെ പോയി? അത് സമയം വേഗത്തിൽ ഓടിയുകൊണ്ടല്ല, പകരം നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നത് നിർത്തിയത് കൊണ്ടാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിപ്പോയി, വെറുതെ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന അവസ്ഥ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഓട്ടോ ഒന്ന് പതുക്കെ ആക്കാൻ പറ്റും. ഓരോ ദിവസവും വെറുതെ തീർത്ത് കളയാതെ ശരിക്കും അനുഭവിച്ച് തന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 5 പോയിന്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ 4ാമത്തെ പോയിന്റ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് പഴയ പോലെ ആയിരിക്കില്ല. കേട്ടു നോക്കൂ. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ക്ലിയർ ചെയ്യാം. സത്യത്തിൽ സമയം വേഗത്തിൽ ഓടുകയല്ല ചെയ്യുന്നത്, പകരം സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് മാറുന്നത്. ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു 10 വയസ്സുള്ളപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് എത്ര വലുതായിരുന്നു. കാരണം നിങ്ങളുടെ അന്നത്തെ ആകെ ജീവിതത്തിൻ്റെ 10% ആ ഒരു വർഷം, അല്ലേ? പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു 30 വയസ്സായെന്ന് കരുതുക. ഇപ്പോൾ ആ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെറും 3% മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിന് അതൊരു വലിയ കാര്യമേ അല്ല, വളരെ നിസ്സാരമായ ഒന്നായിട്ടാണ് അത് ഓരോ വർഷത്തെയും കണക്കാക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടുകാർ ഒരു 10 രൂപ കയ്യിൽ തന്നാലും അത് വലിയൊരു നിധിയായിരുന്നു, അല്ലേ? എന്തൊക്കെ വാങ്ങാമെന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്ത് ആ 10 രൂപയ്ക്ക് വല്ല വിലയുണ്ടോ? ഒന്നുമില്ല. സമയത്തിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അനുഭവങ്ങൾ കൂടുന്തോറും ഓരോ നിമിഷവും നമുക്ക് ചെറുതായി തോന്നി തുടങ്ങും. പണ്ട് തോന്നിയിരുന്ന ആ ഒരു വലുപ്പം സമയത്തിനിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. പക്ഷേ ഇതൊരു രസകരമായൊരു കാര്യമുണ്ട്. ഇതിൻ്റെ പുറംഭാഗം മാത്രമാണ്. കാരണം ഒരേ പ്രായത്തിലുള്ള 2 പേർക്ക് പോലും സമയം 2 രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഒരാൾക്ക് ഒരു ദിവസം ഒരു കൊല്ലം പോലെ തോന്നുമ്പോൾ മറ്റേ ആൾക്ക് അത് നിമിഷങ്ങൾ കൊണ്ട് തീർന്നു പോകുന്നു, സെക്കൻഡുകളും തീർന്നു പോകുന്നു. അതെന്തുകൊണ്ടായിരിക്കും? നമുക്കിതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലുള്ള കാരണങ്ങളിലേക്ക് പോകാം. ഇനിയാണ് നമ്മൾ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് വരുന്നത്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഓരോ കാര്യം നമുക്ക് പുതിയതായിരുന്നു. പുതിയ സ്ഥലങ്ങൾ കാണുന്നു, പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, പുതിയ വികാരങ്ങൾ തിരിച്ചറിയുന്നു. അത് നമ്മുടെ തലച്ചോറ് ഓരോ കുഞ്ഞു കാര്യവും അത്ര കൃത്യമായി റെക്കോർഡ് ചെയ്ത് വയ്ക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മുതിർന്നപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? എല്ലാം ഒരു നിശ്ചിത പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. രാവിലെ അലാറം അടിക്കുമ്പോൾ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ആഹാരം കഴിക്കുന്നു, കുറേ നേരം ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു. അടുത്ത ദിവസം ഇതേ പരിപാടി തന്നെ. ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയേ, 2 പേര് ഒരു വർഷം ജീവിക്കുകയാണെന്ന് കരുതുക. ഒരാൾ പേഴ്സൺ എ എന്ന് വിളിക്കാം നമുക്ക്. കുറേ യാത്രകൾ ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു. മറ്റേ ആൾ പേഴ്സൺ ബി എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ജീവിക്കുന്നു, ഒരു മാറ്റവും ഇല്ലാതെ. വർഷാവസാനം ഈ 2 പേരോടും ചോദിച്ചാൽ ആർക്കാണ് കൂടുതൽ കാലം ജീവിച്ചായിട്ട് തോന്നുക? തീർച്ചയായിട്ടും ആദ്യത്തെ ആൾക്ക് തന്നെ. അതെന്തുകൊണ്ടാണെന്നോ? നമ്മുടെ തലച്ചോറ് സമയം കണക്കാക്കുന്നത് വാച്ചിലെ സൂചി നോക്കിയല്ല, പകരം നമ്മുടെ ഓർമ്മകൾ നോക്കിയാണ്. പക്ഷേ നമ്മുടെ ഈ ശീലങ്ങൾ, റൂട്ടീനുണ്ടല്ലോ, അത് നമ്മുടെ ഓർമ്മകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഒരേപോലെ ആകുമ്പോൾ ഓർത്ത് വയ്ക്കാൻ മാത്രമായി അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും കാണില്ല. ആ ശൂന്യതയാണ് സമയം വേഗത്തിൽ പോയി എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ഒരു വർഷമല്ല ജീവിച്ചത്, ഒരു ദിവസം തന്നെ 365 തവണ ജീവിച്ചു എന്ന് മാത്രം. ഇനിയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്. നമ്മുടെ തലച്ചോറിന് സ്വഭാവമുണ്ട്, അതിനെപ്പോഴും പണി കുറയ്ക്കണം, എനർജി ലാഭിക്കണം. അതുകൊണ്ട് തന്നെ അത് ചില ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിക്കും. നമുക്കെപ്പോഴും പരിചയമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ തലച്ചോറ് പതുക്കെ നമ്മളെ എന്തായാലും പറയുക ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറ്റും. അതായത് നമ്മളവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ ശ്രദ്ധ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണേ. എനിക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നിങ്ങളിപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയെന്ന് കരുതുക.
പെട്ടെന്നൊരു നിമിഷം നിങ്ങൾ ഞെട്ടിപ്പോകും. കഴിഞ്ഞ 10-15 മിനിറ്റ് ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ചത്, ആ സിഗ്നലും കയറ്റവും അവിടെയുള്ള വളവൊക്കെ എങ്ങനെ കഴിഞ്ഞത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അതാണ് ആ ഓട്ടോ പൈലറ്റ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതം മൊത്തം എങ്ങനെ പോയാലോ? ദിവസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകും. ആഴ്ചകൾ എങ്ങോട്ട് പോയി എന്നറിയില്ല. വർഷങ്ങൾ കണ്ണടച്ചവർക്ക് മുന്നേ മാഞ്ഞു പോകും. ഇതിനെയാണ് ടൈം കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ എത്ര കുറച്ച് ശ്രദ്ധിക്കുന്നുവോ അത്രയും വേഗത്തിൽ സമയം പാഞ്ഞു പോകും. ഇന്നത്തെ ലോകം കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാക്കിയിട്ടുണ്ട്. വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിലേക്ക് ഓടുക. നമ്മളെപ്പോഴും തിരക്കിലാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും ബിസിയാണ്. പക്ഷേ ഒരിടത്ത് നമ്മൾ പ്രസൻ്റ് അല്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ മനസ്സുണ്ടാവില്ല. നമ്മൾ വെറും ഒരു മെഷീൻ പോലെയായി. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വെറും സമയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ ഈ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കും. അത് നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കും: ഞാൻ ശരിക്കും ഇവിടെ ജീവിക്കുകയായിരുന്നോ അതോ വെറുതെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുകയായിരുന്നോ? ആ ചോദ്യം നെഞ്ചിലൊരു കല്ല് വന്ന് വീഴുന്ന പോലെ നമുക്ക് തോന്നും. കാരണം സമയം വേഗത്തിൽ പോകുന്നത് നമുക്ക് തോന്നുമ്പോൾ അതിനർത്ഥം എന്താണെന്നോ, നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട പല നിമിഷങ്ങളും നമ്മളറിയാതെ തന്നെ കൈവിട്ടു പോകുന്നു എന്നാണ്. നമ്മുടെ അച്ഛനും അമ്മക്കൊക്കെ വയസ്സായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓരോരുത്തരായി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളെല്ലാം പിന്നെയാകാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിലൊരു വലിയ സത്യമുണ്ട്. നിങ്ങൾക്ക് സമയം വേഗത്തിൽ പോകുന്നതിലല്ല പേടി, പകരം ആ സമയം വെറുതെ പാഴാക്കി കളയുകയാണല്ലോ എന്നോർത്താണ് നിങ്ങളുടെ പേടി. പക്ഷേ വിഷമിക്കേണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് എല്ലാം മാറാൻ പോകുന്നത്. നമുക്ക് ഈ ജീവിതത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന് നോക്കാം. ഇനി നമുക്കാർക്കും ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലോക്കിനെ തടയാൻ പറ്റില്ല. പക്ഷേ ആ സമയം നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു വേഗത കുറയ്ക്കാൻ തീർച്ചയായും സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യുക. നമ്മളെന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് ഉണരും. അത് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഓർത്തു വയ്ക്കുക, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം സമയം നീണ്ടു നിൽക്കും. അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. എന്നും പോകുന്ന വഴി ഒന്ന് മാറ്റി പിടിക്കുക. എന്നിപ്പോൾ ഈ വഴിക്കാണ് പോകാറുള്ളെങ്കിൽ ഇന്ന് ഈ വഴിക്ക് പോകാൻ തീരുമാനിക്കുക. പുതിയൊരു ഹോബി തുടങ്ങുക, അല്ലെങ്കിൽ ഇതുവരെ സംസാരിക്കാത്ത ഒരാളോടൊന്ന് സംസാരിക്കുക. ഇത്രയൊക്കെ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ഉണ്ടാവുക. ബി പ്രസൻറ്റ് എന്ന് പറയും. നമുക്കിപ്പോൾ തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്ത് ശ്രദ്ധിച്ച് ചുറ്റുഭാഗം നോക്കിയേ. എന്തെങ്കിലും ഇതുവരെ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ശബ്ദം അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഇവിടെ കാണുന്നുണ്ടോ? അതാണ് പ്രസൻസ്. നമ്മളിങ്ങനെ ഓരോ നിമിഷവും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ സമയം പതുക്കെ ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മൂന്നാമത്തെ കാര്യമാണ് നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നല്ല ആഴത്തിലുള്ള സംസാരങ്ങൾ, മനസ്സ് തുറന്നുള്ള ചിരികൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള ആ നല്ല നിമിഷങ്ങൾ, ഒരു നിശബ്ദത. ഇതൊന്നും വെറുതെ കടന്നു പോകുന്ന നിമിഷങ്ങളല്ല. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ എന്നും ഓർമ്മകളായി നിൽക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും സ്വയം ഒന്ന് ചോദിക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക, ഇന്നത്തെ ദിവസം എന്താണ് ഒരു പ്രത്യേകത ഉണ്ടായത്? നിങ്ങൾക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു സിഗ്നലാണ്. നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി തുടങ്ങണം എന്നതിൻ്റെ സിഗ്നൽ. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും സമയം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയാൽ ഈ ഒരു കാര്യം മാത്രം ഓർക്കുക: സമയം വേഗത്തിൽ ഓടുകയല്ല, നമ്മുടെ ശ്രദ്ധ നമ്മളിൽ നിന്ന് പതുക്കെ മങ്ങിപ്പോവുകയാണ്. നമ്മുടെ ശ്രദ്ധയെ നമ്മളെപ്പോൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മുതൽ നമ്മുടെ ജീവിതം മാറി തുടങ്ങും. അത് ആയുസ് കൂടുന്നതുകൊണ്ടല്ല, പകരം ആ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും ആഴവും ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഓരോ നിമിഷവും അത്രയും റിയലായി നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സുഹൃത്തിന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.